ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒപ്പം തന്നെ പേഴ്സണൽ ഗ്രൂമിങ്ങിന് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടെ നോക്കിയാലോ. അപ്പോൾ ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന ബോക്സ്. സോ ഇതിൻ്റെ അകത്ത് ഏത് ബ്രാൻഡാണെന്നുള്ളതൊക്കെ ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരാം. ഈ ബ്രാൻഡിനൊരു ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 get 1ഉം അതുപോലെ തന്നെ ബൈ 2 get 3. അപ്പം ടോട്ടൽ ഒരു 5 പീസാണ്. അതായത് ഞാൻ ബൈ 2 get 3 ഓഫറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു 5 പീസ് പ്രൊഡക്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്. പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നും സോ അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. You do to me, play my emotions like a pair of puppet strings. Did it ever occur to you? ഇതാണ് ബ്രാൻഡ്, കെമിസ്റ്റഡ് പ്ലേ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിൻ്റെ വൈറ്റമിൻ സി ആൽഫാർബുട്ടൈൻ ബോഡി ലോഷനാണിത്. സെക്കൻഡ് വൺ, ഇതിൻ്റെ വൈറ്റമിൻ സി 10% വരുന്ന ഒരു ഫേസ് സിറോ ആണ് കേട്ടോ. തേർഡ് വൺ, കെമിസ്റ്റിൻ്റെ തന്നെ ഒരു ലിപ് മോയ്സ്ചറൈസറാണ്. 24 hours ഹൈഡ്രേറ്റിംഗ് വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ 2 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആണ്. ഞാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് മോർ ദാൻ 1 year ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളതും പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. റെക്കമെൻഡ് ചെയ്ത അത്രയും പേരും അത്രയും നല്ല റിവ്യൂസാണ് എനിക്ക് തന്നിട്ടുള്ളത്. സോ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ, വേറെ ഒന്നുമല്ല, കെമിസ്റ്റിൻ്റെ അണ്ടർആം റോളോവേഴ്സ് ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഒരു പേഴ്സണൽ റിവ്യൂ ഞാൻ പറയട്ടെ. നോക്കാം. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hear me back like nothing happened. അപ്പം ഫസ്റ്റ് കെമിസ്റ്റഡ് പ്ലേയുടെ ഒരു ബ്രൈറ്റനിങ് ബൂസ്റ്റ് ബോഡി ലോഷനാണിത്. ഇതിനകത്ത് മെയിൻലി പറയുന്നത് വൈറ്റമിൻ സി പ്ലസ് ആൽഫ അർബുട്ടൈൻ പ്ലസ് കമുകാം എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് നെയിമാണ്. അങ്ങനെ അധികം നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇതൊരു ഫ്രൂട്ട് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലോഷൻസും കാര്യങ്ങളും, അതിപ്പോൾ ബോഡി മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് ക്രീം ആയിക്കോട്ടെ, എന്തും നമ്മളൊരു കസ്റ്റമർ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ലേബിൾസ് ആണ്. അതായത് ഇവരുടെ ഏതൊരു ബ്രാൻഡും അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതിനകത്ത് കണ്ടിട്ടില്ലേ, വൈറ്റമിൻ സി ആൽഫർബുട്ടൈൻ പ്ലസ് കാമു എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എന്തിനാണെന്നറിഞ്ഞാൽ ഇത് ആർക്കുള്ളതാണ്, ഇത് എത്രമാത്രം നല്ലതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. സോ ഇതിൻ്റെ അകത്ത് ഞാനിത് ഓൾറെഡി ഒരു വൺ ടൈം ഞാൻ ഈ സാധനം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം മോശമൊന്നും തോന്നിയിട്ടില്ല, നല്ലതാണ്. ഞാനിതിന് ഫസ്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മളെ നോർമൽ, അതായത് ബോഡി മോയ്സ്ചറൈസർ, നമ്മുടെ നിവ്യയുടെ ഒക്കെ ഒരു സെയിം ബോഡി മോയ്സ്ചറൈസറിൻ്റെ സെയിം കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. വളരെ എന്നാൽ ഭയങ്കര ഈസി ആയിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുന്നതൊന്നുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ്. നമ്മുടെ ഈ അത്രക്കില്ലേ, ഫ്രൂട്ടിൻ്റെ സ്മെല്ലുള്ള അത്രയൊക്കെ ഉണ്ടാവും, സെയിം അതിൻ്റെ തന്നെ ഒരു സ്മെല്ലാണ് നമുക്കിതിനുള്ളത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എന്നാലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. എനിക്കൊക്കെ അത്യാവശ്യം ഏത് സ്മെല്ലും പിടിക്കത്തില്ലാത്തതാണ്, പക്ഷേ എനിക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇതിൻ്റേത്. ഇനി ഇതിൻ്റെ മെയിൻലി കണ്ടന്റ് ഞാൻ പറയാം. ബ്രൈറ്റനിങ് ബൂസ്റ്റ് ബോഡി ലോഷൻ എന്നിത് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫാർബുട്ടൈൻ എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ ലൈറ്റൻ, അതായത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പല സിറത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ആൽഫാർബുട്ടൈൻ. എസ്പെഷ്യലി ഈ പിൽഗ്രിമിലൊക്കെ ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ആൽഫാർബുട്ടൈൻ്റെ സിറം ഉണ്ടായിരുന്നു നൈറ്റിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ അത് മെയിൻലി പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. സോ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും സ്പെസിഫിക്കലി അതെന്തിനുള്ളതാണ് എന്നറിഞ്ഞാൽ കസ്റ്റമേഴ്സിന് തന്നെ ഈസിലി ചൂസ് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ പ്രൊഡക്ട്സ്. സോ ആൽഫാർബുട്ടൈൻ എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, മെയിൻലി പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കാമു എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റ് ആയിട്ടും അതുപോലെ ആൻറ്റി വൈറലൊക്കെ ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സ്പെഷ്യലി നമുക്ക് ഒരു ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇച്ചിങ് ചൊറിച്ചിലൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ, ഡ്രൈ സ്കിന്നുള്ള കസ്റ്റമേഴ്സിന് അറിയാം, അല്ലെങ്കിൽ വ്യക്തികൾക്കറിയാം എന്തോരം അവർ ഡ്രൈ സ്കിന്നുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എപ്പോഴും ഇച്ചിങ്സും കാര്യങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ കുറയ്ക്കാനായിട്ട് മെയിൻലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാമു പ്ലസ് വൈറ്റമിൻ സി ഈ പറയുന്ന പോലെ
ഇതിൻ്റെ ബെനിഫിറ്റ് അഡീഷണലി ഈ കമു സെപ്പറേറ്റ് നിൽക്കുന്നതിനേക്കാൾ ബെറ്ററാണ് വൈറ്റമിൻ സിയോട് ഇത് ചേരുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ഇത് നമ്മുടെ സ്കിന്നിന് ഹെൽപ്ഫുള്ളാണ്. ബാരിയറൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് സിറമൈഡ്സ് എപ്പോഴും ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇൻഗ്രീഡിയൻ്റ് സിറമൈഡ് കണ്ടൻസ്. സിറമൈഡ് കണ്ടൻറ്റ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഗീ ലഡു പോലെ ഇരിക്കും. അതായത് സാധാ ലഡുവും ഗീ ലഡുവും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെ അകത്തെ ഗീ ലഡുവിൻ്റെ അകത്ത് ഗീ ആണ് സിറമൈഡ്. അപ്പോൾ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് എത്രമാത്രം സിറമൈഡ് വേണ്ടി വരുമെന്ന് അറിയാമല്ലോ. സാധാ ലഡുവും ഗീ ലഡുവും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും അറിയില്ലേ. അപ്പം ഗീ ലഡു എത്രമാത്രം സോഫ്റ്റ് ആവുന്നതിൻ്റെ റീസൺ ഇതിൻ്റെ അകത്ത് ഗീ ആണ്. സെയിം തന്നെ ഇതിൻ്റെ അകത്ത് സിറമൈഡ് ആയിരിക്കും ആ ഒരു ഹെൽപ്പ്, സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന ആ ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻലി സിറമൈഡ്സ് ആയിരിക്കും. സോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എക്സസീവ് ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ബട്ട് നോർമൽ ടു ഒരു സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എക്സസീവ് ഡ്രൈ സ്കിൻ എന്ന് ഞാൻ പറയണത് ഭയങ്കര റാഷസ്, ഭയങ്കര അലർജിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല. ബട്ട് നോർമൽ ടു ഒരു ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് കെമിസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ റിഫ്രഷിങ് ഫീലിങ്ങും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ടിംഗ്ലിംഗ് എഫക്റ്റ് ചിലപ്പം തോന്നിയേക്കാം, അത് ആ അബ്സോർപ്ഷൻ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ബട്ട് വളരെ നല്ലൊരു പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് വൈറ്റമിൻ സിയുടെ ഈ പറയുന്ന ബൂസ്റ്റിംഗ്. സോ ഇത് കെമിസ്റ്റഡ് പ്ലേയുടെ പീച്ച് ലിപ് ജെല്ലിയാണ്. അപ് ടു 24 hours മോയ്സ്ചറൈസർ, SPF 50, PA++, ഗ്ലോസി ലിപ് ബാം ആണ് വിത്ത് 2% കോജിക് ആസിഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് പ്ലസ് പെപ്റ്റൈഡ്സ് പ്ലസ് സിറമൈഡ്സ്. ഇത് ഇത്രയാണ് ഇതിൻ്റെ അകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ കാണുന്ന അത്ര വലിയ ബോക്സ് ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഞാനിത് ഓൾറെഡി ഒരു 2 എണ്ണം വാങ്ങിച്ചിരുന്നു. ഒരെണ്ണം ഫുള്ള് ഞാൻ ഉപയോഗിച്ചു, ഒരെണ്ണം പകുതി ആയപ്പോഴത്തേന് സിസ്റ്റർ അടിച്ചുകൊണ്ട് പോയി. സോ ഇതിൻ്റെ അകത്ത് വരുന്ന ട്യൂബ് ഇതാണ്, ഈ ഒരു സൈസിൽ വരുന്ന ചെറിയ ട്യൂബാണ് കേട്ടോ ആക്ച്വലി. ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ഒരു മോശം കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ട്യൂബിൻ്റെ ഓപ്പണിംഗ് ആണ്. നമുക്ക് വളരെ കുറച്ച് മതിയെങ്കിലും ഇത് എടുക്കുന്ന സമയത്ത് കണ്ടോ നമുക്ക് ഒരുപാട് ഇങ്ങ് പോരും. അത്യാവശ്യം ഭയങ്കര ഒരു ക്രീം രീതിയിലാണ് ഇത് കാണുന്നത്. കണ്ടോ, നിങ്ങൾക്കിതിപ്പോൾ ഷെയ്ഡ് കാണാൻ പറ്റും. സെയിം ഈ ക്യാപ്പിൻ്റെ ഷെയ്ഡില്ലേ, സെയിം പീച്ച് ഷെയ്ഡ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഭയങ്കര ഗ്ലോസിയാണ്, ഭയങ്കര ഓയിലി എഫക്റ്റ് പോലെ നമുക്ക് തോന്നുന്നത്. ഭയങ്കര ഗ്ലോസി എഫക്റ്റ്, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ട്യൂബിൻ്റെ ഓപ്പണിങ് ഭയങ്കര തിന്നല്ല. സാധാരണ ലിപ് ഗ്ലോസി അല്ലെങ്കിൽ ലിപ് ബാമിൻ്റെ ഭാഗം പോലെ വളരെ തിന്നല്ല. കുറച്ച് ഇതിൻ്റെ സൈസ്, ഓപ്പണിങ് സൈസ് കൂടുതലായതുകൊണ്ട് കുറച്ചധികം പ്രൊഡക്റ്റ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. കാരണം ഇങ്ങനെ കമത്തിയാൽ ഫുള്ളായിട്ട് പോരും. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു ലിപ് ബാമോ അല്ലെങ്കിൽ നോർമൽ ലിപ് ബാമോ ആകാം, അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ആയിരിക്കാം, ലിപ് ബാമോ വാട്ടെവർ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് എപ്പോഴും SPFൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എപ്പോഴും SPF കണ്ടൻറ്റ് ഉള്ള ലിപ് ബാംസ് ആയിരിക്കും ബെറ്റർ. ഇതിൻ്റെ അകത്ത് SPF 50 ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2% കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്സ് ഉണ്ട്, പെപ്റ്റൈഡ്സ് ഉണ്ട്, സിറമൈഡ്സ് ഉണ്ട്. ഈ കോജിക് ആസിഡ് എന്ന് പറയുന്നത് സെയിം തന്നെ പിഗ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. സോ നമ്മളിതിന് മുന്നേ ഒരെണ്ണത്തിൽ പറഞ്ഞ ആൽഫാർബുട്ടൈൻ, സെയിം ആൽഫാർബുട്ടൈൻ പോലെ തന്നെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന കോജിക് ആസിഡ് എന്ന് പറയുന്നത്. സോ പിന്നെയുള്ളത് ഹൈലറോണിക് ആസിഡാണ്. ഹൈലറോണിക് ആസിഡ് എപ്പോഴും ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ. ഇപ്പം ഹൈഡ്രേറ്റിംഗ് സിറം സ്പെസിഫിക്കലി ഫോർ ഡ്രൈ സ്കിന്നുകാർക്കാണ്. ഓയിലി സ്കിന്നുകാർക്ക് പലപ്പോഴും ഹൈലറോണിക് സിറംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം ഹൈലറോണിക് എന്ന് പറയുന്ന ആസിഡ് വാട്ടർ മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഈ ഹൈലറോണിക്കിൻ്റെ സിറം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ജെല്ലി ബേസ് ആയിരിക്കും. അതായത് വളരെ വാട്ടർ സബ്സ്റ്റൻ്റ് ആയിരിക്കില്ല പലപ്പോഴും ഈ ഹൈലറോണിക്കിൻ്റെ സിറം എന്ന് പറയുന്നത്. എപ്പോഴും കുറച്ച് ഗ്ലിസറിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ വരുന്ന രീതിയിലായിരിക്കും, കുറച്ച് ഹെവിനെസ് അതിലുണ്ടാവും. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് സെയിം തന്നെ ഈ പറയുന്ന പോലെ ഹൈഡ്രേറ്റിങ്ങിനും അത് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് റീഗ്രോത്ത് അല്ല, റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. സിറമൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗീ ലഡു സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്.
സോ ഇത്രയാണ് മെയിൻ ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഞാനിത് കൂടുതലും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നൈറ്റിലാണ് ഞാൻ കൂടുതൽ ഇത് ഉപയോഗിക്കാറ്. കാരണം വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാനിത് ഇട്ടാലും എത്ര ടൈം കഴിഞ്ഞാലും ഇതിൻ്റെ ആ ക്രീംനെസ് അവിടെ ഉണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് പ്രോപ്പർ അവിടെ സ്റ്റിക്ക് ഓൺ ആവാറില്ല. ഞാൻ പലപ്പോഴും നൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. ബട്ട് നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ലിപ്പിൻ്റെ ഡാർക്ക്നെസ് വളരെ നല്ല രീതിയിൽ കുറയാറുണ്ട്. ഇതിന് പല ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ കൂടുതലും ഒരു കുറച്ചും ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നൈറ്റിൽ തേക്കാനായതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല ഏത് ഷെയ്ഡായാലും. സോ നമുക്ക് അത്യാവശ്യം ലിപ്പിനെ ഹൈഡ്രേറ്റ് ആക്കാനും ലിപ്പിന് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന കെമിസ്റ്റ് അറ്റ്പ്ലേയുടെ ലിപ് ജെല്ലി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. സോ നെക്സ്റ്റ് ഐറ്റം ഇതാണ്, ഒരു ബ്രൈറ്റനിങ് ഫേസ് സിറം ആണ്. ആക്ച്വലി ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ എന്നാലും ഇതിൻ്റെ കണ്ടൻറ്റ് വായിക്കാം. 10% വൈറ്റമിൻ സി, 2% ഗ്ലൂക്കോസമീൻ, പിന്നെ സിറമൈഡ്സ്. ഇതാണ് 3 ഐറ്റംസ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയണത്. സോ നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട്, വലിയ ബോട്ടിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ ബോട്ടിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ സൈസ് വരുന്നത്. അത്യാവശ്യം സാധാരണ ഒരു സിറത്തിൻ്റെ ഭയങ്കര ഹൈലറോണിക് സിറത്തിൻ്റെ അത്ര ഒരു ഹെവിനെസ് ഇല്ല. സാധാരണ ഒരു സിറത്തിൻ്റെ ആണ്. ബട്ട് എന്നാൽ ഭയങ്കര വാട്ടറി എഫക്റ്റ് ഒന്നും പറയാനില്ല. ഒരു വളരെ മൈൽഡായിട്ടൊരു തിക്നെസ്, വളരെ മൈൽഡായിട്ടൊരു തിക്നെസ് ആണ് ഇതിനുള്ളത്. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, ഒരു പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇതാണ് കെമിസ്റ്റിൻ്റെ ഈ പറയുന്ന ഒരു ബ്രൈറ്റനിങ് സിറം എന്ന് പറയണത്. ഇതിനകത്ത് 10% വൈറ്റമിൻ സി എന്ന് പറയണത്, അതായത് സിട്രിക് ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നതാണ് മെയിൻലി വൈറ്റമിൻ സീസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ സി പറയുന്ന പോലെ പിഗ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഏജിങ് ഫാക്ടേഴ്സ് കുറയാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ സി സിറംസ്. ഇതിനകത്ത് 2% ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നതും സെയിം തന്നെ ഈ ഏജിങ് ഫാക്ടേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ റിങ്കിൾസ്, വൂണ്ട് ഹീലിങ്സ്, ഇതൊക്കെ പ്രായമാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് റിങ്കിൾസ്, ചുളിവുകൾ, കാര്യങ്ങളൊക്കെ ഇത് കുറയാൻ വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനിത് പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണിത്. പിന്നെ നമ്മൾ പേഴ്സണലി സിറം, ഇപ്പോൾ മോയ്സ്ചറൈസറും സിറം തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഈ പറയുന്ന മോയ്സ്ചറൈസർ അബ്സോർപ്ഷൻ കുറച്ച് ടൈം എടുക്കും സ്കിന്നിൻ്റെ അകത്തേക്ക് പെനട്രേറ്റ് ആവാനായിട്ട്. സിറം വളരെ ഫാസ്റ്റായിട്ട് പെനട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് സിറം. സോ അതുകൊണ്ടാണ് സിറംസ് എപ്പോഴും മോയ്സ്ചറൈസറിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ബെനഫിറ്റ്സ് നമുക്ക് തരുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. സോ നെക്സ്റ്റ് മൈ ഫേവറേറ്റ് അണ്ടർആം റോൾ ഓവേഴ്സ് ആണ് കെമിസ്റ്റിൻ്റെ. സോ ഫസ്റ്റ് ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇതിൻ്റെ 2 ഫ്രാഗ്രൻസ് ഉണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നെനിക്ക് വളരെ ഇഷ്ടമുള്ളതും ഒന്നെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഫ്രാഗ്രൻസുമാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബോട്ടില്, ഇത് സെയിം ബോട്ടിലൊക്കെ സെയിം ആണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസിനായിരുന്നു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ 2 ബോട്ടിൽസ് ഇതാണ് ഇതിൻ്റെ അകത്തെ ബോട്ടിൽ എന്ന് പറയുന്നത്. ഒന്ന് ജാസ്മിനും ഒന്ന് ഈ പറയുന്ന പോലെ റോയൽ ഫ്രാഗ്രൻസുമാണ്. ഞാൻ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് റോയൽ. പേര് പോലെ തന്നെ ഒരു റോയൽ സ്മെല്ലാണ് ഇതിനുള്ളത് കേട്ടോ. ജാസ്മിൻ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, എനിക്ക് ജാസ്മിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതിനോട് വലിയ താല്പര്യമില്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് മെയിൻ കണ്ടൻസ് പറയണത് 5% AHA ആണ്, പ്ലസ് വൈറ്റമിൻ സി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അണ്ടർആം റോൾ ഓൺ ഹെൽപ്സ് കൺട്രോൾ ബോഡി ഓഡേഴ്സ്, പ്രിവെൻറ്റ് അണ്ടർആം ഡാർക്ക്നെസ്. ഇതാണ് മെയിൻലി ഇവർ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അണ്ടർആംസിൽ നിന്ന് വരുന്ന സ്മെല്ല് കുറയാനും നമ്മുടെ ആ ഭാഗത്ത് പിഗ്മെൻറ്റേഷൻ കുറയാനും വളരെ പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തവർക്കും ഉപയോഗിച്ച് റിസൾട്ട് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. സോ നമ്മൾ പേഴ്സണൽ ഹൈജീൻ, പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ കേസ് വരുമ്പോൾ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പേഴ്സണൽ ഹൈജീൻ. അതിൽ നമ്മൾ പലരും, പ്രത്യേകിച്ച് ജെൻസിനേക്കാൾ കൂടുതൽ ഇഷ്യൂസ് ഉള്ളത് ലേഡീസിനാണ്. ഈ പറയുന്ന അണ്ടർആം സ്മെൽസ് വരുന്ന കേസിൽ നമ്മൾ എത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയാലും നമ്മുടെ ബോഡി ഓർഡർ നമുക്ക് കിട്ടില്ലായിരിക്കും. അടുത്ത് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടും നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ബോഡി ഓർഡർ എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ എല്ലാവർക്കും, പേഴ്സണലി മെയിൻ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കെമിസ്റ്റിൻ്റെ ഈ പറയുന്ന അണ്ടർആം റോളേഴ്സ്. കുറച്ച് ബ്രാൻഡ്സ് ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ആ ബ്രാൻഡ്സിനേക്കാൾ കൂടുതൽ എനിക്ക് പേഴ്സണലി ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയണത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പിഗ്മെൻറ്റേഷൻ കുറയുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് മെയിൻലി പിഗ്മെൻറ്റേഷൻ കുറയുന്നത് ഈ പറയുന്ന AHA ആണ്. നമ്മൾ പലരും പല പ്രൊഡക്ട്സിലും വായിക്കുന്നുണ്ട് AHA കണ്ടൻറ്റ്, AHA കണ്ടൻറ്റ് എന്ന്. സോ എന്താണ് AHA കണ്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? സോ നമുക്ക് എന്താണ് AHA എന്നുള്ളത് ഞാൻ പറയാം. AHA എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് ആണ്. ഇത് പേഴ്സണലി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സെൽസ് കൊഴിഞ്ഞു പോകാൻ, ഫാസ്റ്ററായിട്ട് കൊഴിഞ്ഞു പോകാൻ. നോർമലി നമ്മുടെ സെൽസ് കൊഴിഞ്ഞു പോകുന്നുണ്ട്, എന്നിരുന്നാലും വളരെ ഫാസ്റ്റായിട്ട് സെൽസ് കൊഴിഞ്ഞു പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് AHA എന്ന് പറയുന്നത്. അതായത് ഡെഡ് സെൽസ് വളരെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് AHA പ്രൊഡക്ട്സ്. അതുപോലെ BHA ഉണ്ട്. സോ BHA വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. സോ AHA എന്ന് പറയുന്നത് 100% എക്സ്ഫോളിയേറ്റർ ആണ്. അതായത് സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഡെഡ് സെൽസ് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കുള്ള പുതിയ സെൽസ്, അധികം ഡാമേജ് ആവാത്ത പുതിയ സെൽസ് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ആ ഭാഗം കുറച്ച് ക്ലിയർ ആയിട്ട് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്നത്. നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്ക AHA പ്രൊഡക്ട്സും, എല്ലാ AHA പ്രൊഡക്ട്സിനും ഒരേ മോട്ടീവാണ് എക്സ്ഫോളിയേഷൻ. ഫാസ്റ്റർ ഹ്യൂജ് എക്സ്ഫോളിയേഷനാണ് ഡെയിലി വേജസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. സോ ഈ എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ടർആംസിൽ പിഗ്മെൻറ്റ് നല്ല രീതിയിൽ കുറയാനും, സ്പെഷ്യലി ഇതിൻ്റെ സ്മെല്ല് വളരെ ലാസ്റ്റിംഗ് ആണ്. സംടൈംസ് ഞാനിത് നമുക്ക് കയ്യിലൊക്കെ സ്മെല്ല് വരാനായിട്ട് ഞാൻ കയ്യിൽ പോലും ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. സോ വളരെ നല്ല സ്മെല്ലാണ്. ഇതിന് പല സ്മെൽസ് ഉണ്ട്. ജാസ്മിൻ ഉണ്ട്, റോയൽ ഉണ്ട്, അക്വ ഉണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീ ഉണ്ട്. പല സ്മെൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റാണ് ഞാൻ ഈ പറയുന്ന റോയൽ എന്ന് പറയണത്. സോ ഇത് ഓപ്പൺ ആക്കി അങ്ങനെ നമ്മൾ നോർമൽ ഒരു അണ്ടർആം റോളേഴ്സ് പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതുണ്ടോ, ഒരു ശരിക്കും വാട്ടർ കൺസിസ്റ്റൻസി ആണിത്. ഡ്രൈ സ്കിന്നുകാർ ഈ പറയുന്ന അണ്ടർആം റോളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് അണ്ടർആംസ് മോയ്സ്ചറൈസിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. വേറൊന്നുമല്ല, ഡ്രൈ സ്കിന്നുകാർക്ക് ഈ AHA കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇച്ചിങ്, അതായത് ഭയങ്കരമായിട്ട് അവർക്ക് ആ ഭാഗം ഡാമേജ് ആകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് എന്നാലും ഒന്നും കൂടെ ആ ഭാഗം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് മോയ്സ്ചറൈസിങ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഷേവിങ്ങോ അല്ലെങ്കിൽ വാക്സിൻ കഴിഞ്ഞ ആ ദിവസം തന്നെ ഈ അണ്ടർആം റോളേഴ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അവിടെ ഒരു ടിംഗ്ലിങ് എഫക്റ്റ്, ഒരു ഡിസ്കംഫോർട്ടബിലിറ്റി ഫീൽ ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ വാക്സിൻ ചെയ്താലോ അല്ലെങ്കിൽ ഷേവിങ് ചെയ്യുന്ന സമയത്തോ ആ ഭാഗത്ത് ഡെഡ് സെൽസ് ഓൾറെഡി റിമൂവ് ആവുന്നുണ്ട്. അപ്പം വീണ്ടും ഇതിനകത്ത് AHA പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഡെഡ് സെൽസിനെ കളയാൻ ശ്രമിക്കുന്നതുകൊണ്ടുണ്ടാകുന്നൊരു ചെറിയൊരു ഇച്ചിങ് ആണ്. ബട്ട് നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസും ഇല്ല. ബട്ട് എന്തെങ്കിലും ഒരു എരിച്ചിലോ പോലെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്താൽ വെറീഡ് ആവേണ്ട ഒരു ഇഷ്യൂസൊന്നും നമുക്കിതിലില്ല. പിന്നെ ഉള്ളത് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ബോഡി ഓർഡർ എന്ന് പറയുന്നത്. ഞാൻ ഇത് എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറയണത്, നമ്മളിപ്പം എത്ര ഭംഗിക്ക് ഒരുങ്ങിയാലും നല്ല കോസ്റ്റ്യൂം ഇട്ടാലും ബോഡി ഓർഡർ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഭയങ്കര ദുർഗന്ധം തന്നെയായിരിക്കും. പലപ്പോഴും അത് സ്വെറ്റ് സമയത്ത്, അതിപ്പോൾ ഭയങ്കര സമ്മർ സീസണിൽ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പേഴ്സണലി ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം, ഞാൻ പെട്ടെന്ന്, അതിപ്പം മഴയായാലും വെയിലായാലും ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ഭയങ്കര സ്വെറ്റിംഗ് ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് സ്മെൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ഈ പറയുന്ന അണ്ടർആം റോളേഴ്സ്. അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 പ്രൊഡക്ട്സിനെ പരിചയപ്പെട്ടു. കെമിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ഡീറ്റെയിലും അതുപോലെ പ്രൊഡക്ട്സിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക്, കോസ്മെറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.